അസ്സലാമലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 16.8 സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന 2 നില ഏകദേശം 3000 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിൽ വരുന്ന 7 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വലിയൊരു വീട്, നല്ല വലിയ സൗകര്യമുള്ളൊരു സൂപ്പർ വീട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. സ്ഥലമുണ്ട് കേട്ടോ, 5 സെൻറ്റോ 10 സെൻറ്റോ അല്ല, 16.8 സെൻറ്റ് ഉണ്ട്, 17 സെൻറ്റിൻ്റെ അടുത്തായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിങ് റോഡാണ് വരുന്നത്. തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട്. അപ്പോൾ ഇതിൽ നിലവിൽ കിണർ കുഴിച്ചിട്ടില്ല. അപ്പോൾ ഇതിലിവിടെ കിണർ കുഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ആഴത്തിൽ യഥേഷ്ടം വെള്ളം കിട്ടുന്നൊരു ഏരിയയാണ്. എവിടെ കുഴിച്ചു കഴിഞ്ഞാലും വെള്ളം കാണുന്നൊരു ഏരിയയാണ്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിദൂരം. അപ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്, ഇതിന് എന്താണ് ഇവർ വില ചോദിക്കുന്നത്, എല്ലാം വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. ആദ്യം വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വരാം. വീടിന് ഫിനിഷിംഗ് വർക്ക് പെൻഡിങ് ഉണ്ട്. ഇപ്പോൾ ഇതാണ് വീടിൻ്റെ ഒരു അവസ്ഥ. ജനൽപ്പൊളികൾ വാതിൽപ്പൊളികളെല്ലാം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറിംഗ് വർക്ക് പെൻഡിങ് ഉണ്ട്, വയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഫിനിഷിംഗ് വർക്കുകൾ പെൻഡിങ് ഉണ്ട്. ഇതിലെടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സൗകര്യങ്ങളാണ്. നല്ല സൗകര്യമുള്ള വീടാണ്. ഇതുണ്ടോ, സിറ്റ് ഔട്ടാണിത്. നല്ല ലെങ്തി ആയിട്ടുള്ള വലിയൊരു സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണിത്. ഇതിപ്പോൾ നമ്മൾ ഈ കാട് ഇവിടെയൊക്കെ ഈ കാട് വെട്ടിയിട്ടുള്ള ഇവിടെയാണ് അതിര് കേട്ടോ. കാട് വെട്ടിയിട്ടുള്ള ഈ ഭാഗം ഫ്രണ്ടേജ് വരുന്നുണ്ട്. ഈ വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നാൽ ഇതാണ് മെയിൻ ഡോറൊക്കെ നല്ല ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിൽ ജനൽപ്പൊളികൾ വാതിൽപ്പൊളികൾ ഇതെല്ലാം ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം നല്ല തിക്നെസ് ഉള്ള തേക്ക്, അങ്ങനെയുള്ള മഹാഗണി, അങ്ങനെയുള്ള മരങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അത് പോളിഷ് ചെയ്താൽ മതി. ഇതുണ്ടോ, മെയിൻ ഡോറിൻ്റെ ഒക്കെ തിക്നെസ് ഉണ്ടോ. ഫുള്ളായിട്ട് കട്ടില വാതിൽപ്പൊളികൾ ജനൽപ്പൊളികൾ എല്ലാം ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹാള് വരുന്നത്. വലിയൊരു ഹാളാണ്. അതായത് അത്യാവശ്യം ഏകദേശം ഒരു 10-30 അടിയോളം നീളം വരുന്ന വലിയൊരു ഹാളാണ് വരുന്നത്. വയറിങ്ങിൻ്റെ സ്ഥിതി അതാണ്. കൺസീൽഡ് പൈപ്പുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ വയറ് ഫില്ല് ചെയ്യാണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ട ഇവിടെയൊക്കെ തേപ്പുകളിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തൊക്കെ സിമെൻറ്റിൽ തേപ്പിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഫ്ലോറിങ് ഇതുപോലെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ആളിന് മുകളിലേക്കൊക്കെ സ്റ്റെയറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, അതിൻ്റെ വിൻഡോസൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റുക. ഇതുണ്ടോ, ഡബിൾ ഹൈറ്റിൽ ഫുള്ള് മരം ഇട്ടത്, നല്ല ക്വാളിറ്റി മരം. ഇതൊക്കെ ഒന്ന് പോളിഷ് ഇട്ടുണ്ടല്ലോ, നല്ല അടിപൊളിയാവും. അടിഭാഗത്തും മുകൾ ഭാഗത്തൊക്കെ വലിയ ഹൈറ്റിൽ നല്ല വിൻഡോസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഒരു ബാൽക്കണി ലുക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഹാൻഡ് റെയിലൊക്കെ വരണം, അപ്പോഴേ ഇതിൻ്റെ ആ ഭംഗി കിട്ടുള്ളൂ. അടിഭാഗത്ത് 4 ബെഡ്റൂം വരുന്നുണ്ട്, മുകൾ ഭാഗത്ത് 3 ബെഡ്റൂം ഉണ്ട്. ടോട്ടലി 7 ബെഡ്റൂം, വലിയ 2 ഹാള്, 2 കോമൺ ബാത്റൂം, കിച്ചൺ, വർക്ക് ഏരിയ. ഇത്രയും ഫെസിലിറ്റിയാണ് ഈ വീട്ടിലുള്ളത്. റൂമുകളൊക്കെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമുകളാണ്. ഇതിൽ 4 ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതാണ് അടിഭാഗത്തെ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇനി ഇതിൽ പറയാനുള്ളത്, നമ്മളിപ്പോൾ ഇതിൽ കാണുന്ന പോലെ, ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഇതേ ലെവലിലാണ് നമ്മൾ കച്ചവടം പറയുന്നത്. അതായത് ഇനി നമ്മളിതിൽ വേറെ വർക്കുകളൊന്നും ചെയ്തു തരില്ല പാർട്ടി. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ ഇനി നിങ്ങൾ വാങ്ങുന്നവർക്ക് ഇതെടുക്കാം, വാങ്ങുന്നവർക്ക് ചെയ്യിപ്പിക്കാം ബാക്കിയുള്ള വർക്കുകൾ. പ്ലംബിങ്ങിൻ്റെ കൺസീൽഡ് വർക്ക് പൈപ്പ് ലൈനൊക്കെ ഇട്ടിട്ടുണ്ട്. ഷവറിൻ്റെ പൈപ്പ് ലൈനൊക്കെ ഉള്ളുകൂടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ചുമരിൽ ടൈൽ ഒട്ടിക്കണം. അതുപോലെ തന്നെ വയറിങ്ങിൻ്റെ വർക്കുകൾ പെൻഡിങ് ഉണ്ട്, ഫ്ലോറിങ് പെൻഡിങ് ഉണ്ട്. അതൊക്കെ ഇനി വാങ്ങുന്നവർക്ക് ഡിസൈൻ ചെയ്യാം. ഏത് ടൈൽ ഒട്ടിക്കണോ, ഗ്രാനൈറ്റ് ഒട്ടിക്കണോ, മാർബിൾ ഒട്ടിക്കണോ, അതേപോലെ തന്നെ ഏത് കളർ പെയിൻറ്റ് കൊടുക്കണം, അതൊക്കെ ഇനി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, വാങ്ങുന്നവർക്ക് ചൂസ് ചെയ്യാം. നമ്മൾ ഈ കാണുന്ന കോലത്തിലാണ് ഇപ്പോൾ കച്ചവടം പറയുന്നത്. ഇതാണ് അടിഭാഗത്തെ മറ്റൊരു ബെഡ്റൂം. മുകൾ ഭാഗത്തൊക്കെ റാക്ക് ഉണ്ട്, അലമാരയ്ക്കുള്ള പോയിന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാണ് അടിഭാഗത്തെ 3ാമത്തെ ബെഡ്റൂം. അടിഭാഗത്ത് ടോട്ടലി 4 ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ജനൽപ്പൊളികൾ വാതിൽപ്പൊളികളൊക്കെ വെച്ചിട്ടുണ്ടോ, ഒക്കെ പൊളികളൊക്കെ ഉണ്ടോ, ഫുള്ളായിട്ട് നല്ല മരത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു സംഖ്യൻ്റെ മരം ഈ വീട്ടിൽ ഇവിടെ ചിലവാക്കിയിട്ടുണ്ട് അവർ. ഇനി കുറച്ച് മരങ്ങൾ അവിടെ കുറച്ച് ഇവിടെ അട്ടിയിട്ട് വെച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മൾക്ക് ഉപയോഗിക്കാം. ഇനി ഇവിടെ ഒരു ആർച്ച് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വാഷ് കൗണ്ടറിൻ്റെ ഈ കോർണറിലായിട്ട് ഇവിടെ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്യാനുള്ളൊരു പോയിന്റ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ടെന്നുണ്ടോ, വയറിങ്ങിലെ പൈപ്പുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഹാളിൽ തന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂമിൽ പ്ലംബിംഗ് വർക്ക് കഴിഞ്ഞതാട്ടോ. ഇനി അവിടെ ടൈൽ ഒട്ടിക്കാണ്ട്. ഇനി കിച്ചൺ
ഇവിടെ ബാത്റൂമിൽ ചൂടുവെള്ളത്തിനൊക്കെ പോയിൻ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, ഹീറ്ററിൻ്റെ പോയിൻ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് കിച്ചൺ വരുന്നത്. കിച്ചണിൽ ചുമരിൽ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്, നല്ല ബിസാസ രീതിയിലുള്ള ടൈൽ ചുമരിൽ ഒട്ടിച്ചിട്ടുണ്ട്. എൽ ഷേപ്പിലുള്ള കിച്ചൺ സ്ലാബൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് റാക്ക് ഉണ്ട്. ഇതുണ്ടോ, ചുമരിലൊക്കെ നല്ല അടിപൊളി ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഡോറൊക്കെ ഉണ്ട്, നിങ്ങൾ നല്ല ഗ്ലാസ്സിൽ എച്ചിങ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായി. ഈ കിച്ചണോട് ചേർന്നിട്ട് ഇവിടെ വലിയ സൗകര്യമുള്ള നല്ലൊരു വർക്ക് ഏരിയ ഇതുണ്ടോ, സെൻട്രൽ ഭാഗത്ത് റൗണ്ട് ഫില്ലർ, നല്ലൊരു കിച്ചൺ സ്ലാബ്, ഇവിടെ ഒരു പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്യാനുള്ളത്, അതിൻ്റെ ചിമ്മിനി, ഇവിടെ ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ട് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ മുകൾ ഭാഗത്തൊക്കെ സ്റ്റോറേജ്, കണ്ടമാനം സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അടുക്കള ഭാഗത്ത് ഇവിടെ കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ. ഇതാണ് പിൻഭാഗത്ത് 4 തെങ്ങുണ്ട്, നല്ല കായ്ഫലുള്ള 4 തെങ്ങുണ്ട് പിൻഭാഗത്ത്. നമ്മൾക്ക് അവിടെ ഇനിയിപ്പോൾ ഡ്രസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിനൊക്കെ സൗകര്യമുണ്ട്. കുറച്ച് ടൈലൊക്കെ ഒരു ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്, കുറച്ചധികം ടൈലുണ്ട്. ഇനി ബാത്റൂമിലൊക്കെ ആ ടൈലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടിഭാഗത്തെ ഹാളിൻ്റെ അതേ സെയിം സൈസ് തന്നെ മുകൾ ഭാഗത്ത് വലിയൊരു ഹാൾ വരുന്നുണ്ട്. സ്റ്റെയറൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഓവൽ ഷേപ്പിൽ ബാൽക്കണി വെച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്ത് 3 ബെഡ്റൂം വരുന്നുണ്ട്, ഒരു കോമൺ ബാത്റൂം, ഒരു സിറ്റ് ഔട്ട്, ഒരു ഓപ്പൺ ടെറസ്. ഇവിടെ കണ്ടതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, തേപ്പിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു കോമൺ ബാത്റൂം മുകൾ ഭാഗത്ത്. അപ്പോൾ അടിഭാഗത്തൊരു കോമൺ ബാത്റൂം, മുകൾ ഭാഗത്തൊരു കോമൺ ബാത്റൂം. ഇവിടുത്തെ 3 ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇതാണ് മുകൾ ഭാഗത്തെ ഒരു ബെഡ്റൂം വരുന്നത്. റൂമുകളൊക്കെ മുകൾ ഭാഗത്തെ ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, വലിയ സൈസുള്ള ബെഡ്റൂമാണ്. ഇവിടെ റാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് അത് സെറ്റ് ചെയ്യാനുള്ള അത് സെപ്പറേറ്റ് ഉണ്ട്. ഇത് ബാത്റൂം. നേരെ ഈ ഭാഗത്തായിട്ട് ഇവിടെ മറ്റൊരു ബെഡ്റൂം. അപ്പോൾ റൂമുകളുണ്ട്, നല്ല സൗകര്യമുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മറ്റൊരു ബെഡ്റൂം, ബാത്റൂം. അപ്പോൾ മുകൾ ഭാഗത്തെ 3 ബെഡ്റൂം അറ്റാച്ച്ഡാണ്, ബാത്റൂം അറ്റാച്ച്ഡാണ്. 3ലും ഡ്രസ്സിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്യാനുള്ള പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ബാത്റൂമൊക്കെ നല്ല സൈസ് ഉണ്ട്. ഇതൊക്കെ നല്ല വലിയ ബാത്റൂം തന്നെയാണ് ചില ബാത്റൂമുകളൊക്കെ. 5 കള്ളിയുടെ വിൻഡോസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതുണ്ട്, പൊളികൾ വർക്കുകളൊക്കെ ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്ത് നമ്മൾ അടിഭാഗത്ത് കണ്ടുള്ള ആ സിറ്റ് ഔട്ടിൻ്റെ അതേ സെയിം സൈസിൽ തന്നെ മുകൾ ഭാഗത്ത് സിറ്റ് ഔട്ട് ഉണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള വലിയൊരു സിറ്റ് ഔട്ട്, ഫുള്ള് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുണ്ടോ. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണിത്. നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിങ് റോഡ്, തൊട്ടടുത്ത് ഇവിടെയൊക്കെ പുതിയ പുതിയ വീടുകൾ, ചില വീടുകൾ കൺസ്ട്രക്ഷൻ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പിൻഭാഗത്ത് സൈഡിൽ ഇവിടെയൊക്കെ വീടുകളാണ്. നല്ലൊരു ഏരിയയാണ്, നല്ലൊരു വൈബായിട്ടുള്ള നല്ലൊരു സൂപ്പർ ഏരിയ. നമ്മൾ ഈ കാട് വെട്ടിയിട്ടുള്ള ഈ കാണുന്നതാണ് മുറ്റം. ഇവിടെ ചെറിയ കോമ്പൗണ്ട് വളവ്, ചുറ്റുമതിൽ, മുറ്റം ഭാഗം ഇൻ്റർലോക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ഫുള്ള് ഫിനിഷിംഗ് ആയിട്ട് വരുമ്പോൾ വീട് കാണാൻ നല്ലൊരു അടിപൊളിയായിട്ടുണ്ടാവും. നല്ല സൗകര്യമുള്ള വലിയൊരു വീട്. 16.8 സെൻറ്റ് സ്ഥലം, 17 സെൻറ്റിന് 2 പോയിന്റ് കുറവ്. അതിൽ നിങ്ങൾ ഈ കണ്ട 2 നില 3000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന 7 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വലിയൊരു വീട്, നല്ല വലിയ സൗകര്യമുള്ളൊരു വീട്. 7 ബെഡ്റൂം വരുന്നുണ്ടോ 2 നിലകളിലായിട്ട്. അപ്പോൾ വീട് വർക്ക് ഫിനിഷിംഗ് ആയിട്ടുള്ള, ഇനി ഫിനിഷിംഗ് വർക്ക് പെൻഡിങ് ഉണ്ട്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ വീഡിയോയിൽ കൂടെ അതിൻ്റെ ഓരോ റൂമുകൾ, അതിൻ്റെ ഹാളുകൾ, എല്ലാ ഭാഗവും വളരെ വ്യക്തമായിട്ട് നമ്മൾ വീഡിയോയിൽ കൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ മുള്ളമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. മുള്ളമ്പാറ ഗ്യാസ് ഗോഡൗണ്ട് അവിടെ ആയിട്ട് മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ വരും. കച്ചേരിപ്പടിക്കുന്ന ഏകദേശം ഒരു 2.5 കിലോമീറ്റർ വരും. മുള്ളമ്പാറ ഗ്യാസ് ഗോഡൗൺ റോഡിനാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. നല്ലൊരു ഏരിയ കേട്ടോ. അപ്പോൾ യഥേഷ്ടം വെള്ള സൗകര്യമൊക്കെ ലഭിക്കുന്ന ഒരു ഏരിയയാണ്. ഇപ്പം നിലവിൽ ഇതിൽ കിണർ കുഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെ കിണർ കുഴിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ആഴത്തിൽ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ്. നല്ല അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. 17 സെൻറ്റിൻ്റെ അടുത്ത് സ്ഥലമുണ്ട്. ആവറേജ് ഒരു സെന്റ് സ്ഥലത്തിന് അവിടെ 2.5 ലക്ഷം to 3 ലക്ഷമൊക്കെ മാർക്കറ്റുള്ള സെന്റിന് മാർക്കറ്റുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അത് വെച്ച് കൂട്ടുകയാണെങ്കിൽ തന്നെ സ്ഥലത്തിന് തന്നെ വലിയൊരു എമൗണ്ട് ആയി. പിന്നെ വീടുകൾ കണ്ടല്ലോ, ഫുള്ള് നല്ല തേക്ക് വെച്ചിട്ട് ജനൽപ്പൊളികൾ, വാതിൽപ്പൊളികൾ, അങ്ങനെയുള്ള എല്ലാം നല്ല അടിപൊളിയായിട്ട് ഉള്ള വർക്കുകൾ, ചെയ്തിട്ടുള്ള വർക്കുകൾ നല്ല അടിപൊളിയായിട്ട് അവർ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉദ്ദേശിക്കുന്ന വില ടോട്ടലി 94 ലക്ഷം രൂപയാണ്. ഏകദേശം 19 ലക്ഷം രൂപയുടെ അടുത്ത്
ആ കാലി സ്ഥലത്തിന് തന്നെ അവിടെ മാർക്കറ്റായി 17 സെന്റ് സ്ഥലത്തിന് വെച്ച് കൂട്ടണമെങ്കിൽ. പിന്നെ നിങ്ങൾ കണ്ടല്ലോ വീട് നല്ല സെറ്റപ്പുള്ള വലിയ വീടാണ്. 94 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഇനി കച്ചവടം എന്നുള്ള രീതിയിൽ നമ്മൾക്ക് നീക്കുപോക്കുകൾ ഉണ്ടാവും, വില നെഗോഷ്യബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എന്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് കൊണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബായ്.